എന്തായാലും നമ്മുടെ മ്യൂസിക് വൈസിൽ എല്ലാവരും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പെർഫോമൻസ് കഴിയുന്തോറും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നിങ്ങൾ 3 പേരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം സൗമ്യ. സുന്ദരി ഒന്നൊരുങ്ങി
എന്തായിരുന്നു ഇവിടെ? സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞപ്പോ ഒരു സുന്ദരൻ ഓടി വരുന്നു. ഞാൻ അങ്ങ് ഇല്ലാതെയായി പോയി. ഞാൻ നേരത്തെ മിയ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി പറയാ. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കലക്കി കേട്ടോ, തകർത്തു. ഇതാണ് മ്യൂസിക്കൽ വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അടിപൊളി, തകർത്തു, അടിപൊളിയാ കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് പോവാം. അതിനു മുമ്പ് ഡാൻസിനെ കുറിച്ച് മിയ തന്നെ പറഞ്ഞോളൂ. എങ്ങനെയുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ആ ഒരു സപ്പോർട്ടിങ് ഡാൻസ്? നമ്മൾ അത്രയും നേരം സൗമ്യനെ ശ്രദ്ധിക്കുന്നു, ഡാൻസസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചേട്ടൻ ഓടി വന്ന് നിന്നപ്പോഴത്തേക്കാണ് നമുക്കും കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നിയത്. അടിപൊളി, വേറൊരു ചാം പെട്ടെന്ന് കയറി വന്നു. സൗമ്യയുടെ ചിരിയൊക്കെ ആണെങ്കിൽ അത്രയും നേരം ഉണ്ടായിരുന്നത് പാട്ട് തെറ്റരുത്, എന്റെ പാട്ടിന്റെ സംഗതി, എന്റെ ലിറിക്സ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്ന അങ്ങനത്തെ ഒരു ചിരിയായിരുന്നു സൗമ്യക്ക് ഉണ്ടായിരുന്നത്. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ബ്ലഷായി മാറി അല്ലേ? അതിന്റെ ചിരിയുടെ ആ ഒരു ലാംഗ്വേജ് ഒക്കെ മാറി, ഒരു പ്രത്യേക ചാം കയറി വന്നു. എന്തായാലും അടിപൊളി, ആ ഒരു സ്പിരിറ്റ് ചേട്ടൻ കാണിച്ചല്ലോ, അടിപൊളി. അല്ല, ഭർത്താവ് ഇങ്ങോട്ട് മാലയിട്ട് തന്നതല്ലേ, ഭർത്താവിന് അങ്ങോട്ട് ഒരു മാലയിട്ട് കൊടുക്കണം. അതെ, ആ മാല തിരിച്ചിട്ട് കൊടുത്തോളൂ. എല്ലാരും എന്തൊരു ടൈമിങ് അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് ഉള്ള ജഡ്ജ്മെന്റ് കേൾക്കാം. അതിനു മുമ്പ് താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും വേണു ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ സൗമ്യ ആദ്യമായിട്ട് ഷേക്ക് ചെയ്യാതെ പേടിക്കാതെ ഭംഗിയായിട്ട് പാടിക്കേട്ടു. ഫുൾ കോൺഫിഡൻസ്, ഇതാണ് വേണ്ടത്. ഇനി ഓൾവേസ് മ്യൂസിക്കൽ വൈഫ് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടാ. വെരി ഗുഡ്. മഞ്ജരി സൂപ്പർ ആയിരുന്നു. ഇതിലപ്പുറം എന്താ പറയാ. സൗമ്യയുടെ ഇതിന് മുന്നേ ഇപ്പൊ പാടി വെച്ചതല്ലേ ഉള്ളൂ ഒരു പാട്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ഓ ഇതിൽ കോൺഫിഡൻസ് വരണേ. നോക്കുമ്പോ കോൺഫിഡൻസിന്റെ അങ്ങേ അറ്റം, ഭയങ്കര കോൺഫിഡൻസ്. സൂപ്പർ ആയിരുന്നു. പിന്നെ ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ടല്ലോ, സൗമ്യയുടെ അമ്മൂമ്മയാ. കൊച്ചുമോളുടെ പാട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നന്നായി പാടി, സന്തോഷായി. ആ ഭാഗ്യം എനിക്ക് കിട്ടി. എന്തൊരു സന്തോഷമുള്ള കാര്യല്ലേ. 4 ജനറേഷനാ. അമ്മൂമ്മയുടെ മുമ്പിൽ പാടാൻ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ പറ്റില്ല, എനിക്കും ഭാഗ്യം, അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. അമ്മൂമ്മ ആദ്യമായിട്ടാണ് മോളുടെ പെർഫോമൻസ് ഇങ്ങനെ ഒരു വേദിയിൽ കാണുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷമായി കാണും. ഞങ്ങൾക്കും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം. മിയ എങ്ങനെയുണ്ടായിരുന്നു സൗമ്യയുടെ പെർഫോമൻസ്? ഇനിയിപ്പൊ എന്താ പറയാനുള്ളത്? ആദ്യമേ തന്നെ എന്താ പറയുന്നത്, വന്ന് നിന്ന് ആ ആദ്യത്തെ ആ ഒരു മൂളൽ, ആ ഒരു സംഭവം തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായി അന്ന് സൗമ്യ ഇത് തകർക്കും. കാരണം ആ നിപ്പിലും ആ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി സൗമ്യ അത് ടെൻഷൻ വിട്ടു. ഞാനിത് പിടിക്കും, ഇത് ഞാൻ പൊളിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു എന്നുള്ളത്. നൈസ്, നന്നായിട്ട്, നല്ല രസമുണ്ടായിരുന്നു. സുന്ദരിയായിട്ട് പാടി, സുന്ദരമായിട്ട് പാടി. 3 പേരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ
സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ സ്നേഹസ്വരൂപാ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ സ്നേഹസ്വരൂപാ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ 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 ലലാ ആഹാ ആഹാ So beautiful, so elegant, just looking like a wow. Thank you. ചേച്ചി ഇത് എത്ര നേരം ഞങ്ങൾ ഇങ്ങനെ ഇരുത്തിട്ട് ഇത് കഴിയാനായില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ എന്റെ കാര്യം എന്തായി? ശരിയാക്കി തരാം. അപ്പൊ ഞാനല്ലേ ആദ്യം വന്നേ? ശരിയാക്കി തരാം. എന്റെ പഠിച്ചോനെ, എനിക്ക് ബ്യൂട്ടീഷ്യനെ കുറിച്ച് ഒരു കുന്തും അറിയില്ല. ഇവരെന്തൊക്കെയോ പൈസ തരണം, ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. എല്ലാം പാടെ ലാസ്റ്റ് എന്താകും എന്താ? ഉറങ്ങല്ലേ? ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഉറങ്ങിയില്ലേ? അപ്പൊ എനിക്ക് തോന്നിയതോ സുബാനല്ലാതെ വരുന്ന അടുത്തേക്ക് ലാബ്. So beautiful, so elegant, just looking
ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഓ താങ്ക് യു. ഇത് ഇവിടെ വരുന്ന എല്ലാരോടും ഇവര് പറയുന്ന ഡയലോഗാ. വലിയ കാര്യം. ചേച്ചി ചേച്ചിയല്ലേ ഇവിടുത്തെ ബ്യൂട്ടീഷ്യൻ? കുട്ടീഷാ, ദേ നിന്നെ വിളിക്കുന്നു, ഇവിടെ വന്നേ. കുട്ടീഷ്യൻ അല്ല, ബ്യൂട്ടീഷ്യൻ. ബ്യൂട്ടീഷ്യൻ അത് ഞാനാ. ചേച്ചി നാളെ കഴിഞ്ഞ എന്റെ കല്യാണമാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. അല്ല, എന്നെ വന്ന് കല്യാണം വിളിക്കാൻ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഇതിപ്പോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പറയൂ, നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഇതിപ്പോ നമ്മൾ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല. പറയൂ. ഞാൻ നിങ്ങളെ അച്ഛന്റെ 2ാം കെട്ടിലുള്ള മകളാണ്. ആ സത്യം. പാപ്പാ, ഞങ്ങളെ ചതിച്ചല്ലോ. നിങ്ങളാരെ വിളിച്ചു? ഇത് ഞാൻ പാപ്പ നമ്മൾ നിങ്ങൾ പറയും. എന്റെ പൊന്ന് ചേച്ചി, ഞാനിവിടെ കല്യാണം വിളിക്കാൻ വന്നതല്ല. നാളെ കഴിഞ്ഞ എന്റെ കല്യാണമാണ്. എനിക്ക് പപ്പായ ഫേഷ്യൽ ചെയ്തു തരണം. അതിവിടെ ഉണ്ടോ? കല്യാണം നിങ്ങളുടെ അല്ലേ? അതെ. അതിന് നിങ്ങളെ പപ്പ എന്തിനു ഫേഷ്യൽ ചെയ്യണം? പപ്പയെ കൊണ്ടുവന്നിട്ടുണ്ടോ? പപ്പ വീട്ടിലാ. പിന്നെ എങ്ങനെ പപ്പയെ ഫേഷ്യൽ ചെയ്യും? എന്റെ പൊന്നു പെമ്പർനോത്തി, നിങ്ങൾക്ക് ഈ ബ്യൂട്ടീഷ്യനെ പറ്റി വല്ല മാങ്ങാത്തൊലി അറിയൂ? പഠിച്ചവനോർത്ത് നാറ്റിക്കരുത്. ഇല്ല, എനിക്കിതിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഇല്ല. അതെ അല്ലേ? അപ്പൊ ഈ 3 പേരെന്താ ധ്യാനിക്കണം? അല്ല, അത് യൂട്യൂബില് നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ പകുതി വരെ കണ്ട്, അപ്പൊ നെറ്റ് കട്ടായി വീഡിയോ കടന്നിങ്ങനെ കറങ്ങുമായിരുന്നു. അപ്പൊ ഞാനും കിടന്നിങ്ങനെ ഇറങ്ങുവാണല്ലേ? അതെ, 2 മണിക്കൂറായി എന്നെ ഇവിടെ ഇരുത്തിയിട്ട്. ഇവരെ പറഞ്ഞു വിടുന്നത് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. അല്ല മേഡം, മേഡത്തിന് എന്താ ഇത്ര അർജന്റ്? എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്. നിങ്ങൾ ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈസ് കാണാറുണ്ടോ? കാണാറുണ്ട്. സൂപ്പർ പരിപാടിയല്ലേ? എനിക്ക് അതിലേക്ക് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക്കൽ ലൈഫിലുണ്ടോ? അതെ അതെ. അടിപൊളി പരിപാടി. ഇത് കേട്ടിട്ട് നമുക്കൊക്കെ അവിടെ പോയി പാടാൻ തോന്നുന്നു. അതെ. ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുമോ? പിന്നെന്താ, നിങ്ങളെല്ലാരും കല്യാണം കഴിഞ്ഞവരല്ലേ? അതെ. പാട്ട് പാടുന്നവരല്ലേ? പിന്നെ എന്നാ നമുക്ക് പോവാം. നമുക്ക് പോവാം. നിങ്ങൾ എല്ലാരും പോണ്ട്? പിന്നല്ല. ഇന്ന് ഞാനും ഉണ്ട്. എന്തിന്? അല്ല മഞ്ജരി ചേച്ചി, ചേച്ചിക്ക് പറ്റിയൊരു ഫേസ് പാക്ക് എന്റെ കയ്യിലുണ്ട്, അത് അപ്ലൈ ചെയ്യാലോ. ആദ്യം നീ നെറ്റുള്ള ഒരു ഫോൺ മേടിക്ക്, എന്നിട്ടാവും നിന്റെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യല്. So beautiful, so elegant, just looking like a wow. ശരി, അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മത്സര ചൂടിലോട്ട് കടന്നാലോ? കടക്കാം. ഇനി അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഇനി പെർഫോമൻസ് റൗണ്ട് ആണ് ഇവിടെ നടക്കുന്നത്. ലെറ്റ്സ് വെൽക്കം കീർത്തന.
കീർത്തന ഡേ സെക്കൻഡ് റൗണ്ട് ആയിരുന്നു, കളിക്കോ? ആ നന്നായി പാടാൻ പറ്റുമോ? പാടി. എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ? ഇല്ല പാടി. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ടെൻഷൻ മാറിയില്ല? ടെൻഷനൊന്നും ഇല്ല. ഒന്നില്ല, ഫ്രീ ആണ്. ഓക്കെ, ശരി. ചേട്ടൻ തോന്നുന്നേ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഏയ്, ഒരു ടെൻഷൻ ഇല്ല. കീർത്തന ഫ്രീ ആൻഡ് ഗുഡ്. താങ്ക് യു സർ. ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ആഹാ, അടിപൊളി. വെരി താങ്ക് യു ഗുഡ്. സർ. താങ്ക് യു സർ. ഇതാണ് ഇംപ്രൂവ്മെന്റ്. മനസ്സിലായില്ല? ഫ്രം ദ ഫസ്റ്റ് കീർത്തന ഫോർ ദ ഫസ്റ്റ് റൗണ്ട് ടിൽ ഈ ഫൈനൽ, ഇതാണ് ദിസ് ഇസ് ദി ഇംപ്രൂവ്മെന്റ് വി വാണ്ട് ആൻഡ് വി സീ യു ഇൻ യു. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ആൻഡ് ആ സുജുവിൻ്റെ ചെറിയ ചെറിയ ഹൈലൈസേഷൻസ്, കൊഞ്ചല്, എല്ലാം കീർത്തന അതുപോലെ ഒപ്പിയെടുത്തു. താങ്ക് യു സോ മച്ച്. മഞ്ജരി, കീർത്തന യെസ്. സൂപ്പർ. താങ്ക് യു ചേച്ചി. എല്ലാം നന്നായി പാടി. ലാസ്റ്റ് പല്ലവിയോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം. കാരണം എന്താ പറയുക, തീരാറായി. അപ്പൊ കുറച്ചുകൂടെ ഒരു ജോഷ് വന്നു. അപ്പൊ മൂവ്മെന്റ് ഒക്കെ ചെയ്ത് ജോഷ് വന്നു. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞത് എനിക്ക് ആ ലാസ്റ്റ് പല്ലവി കുറച്ചുകൂടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സുന്ദരമായിട്ട് പാടി. താങ്ക് യു. ബ്യൂട്ടിഫുൾ. കീർത്തനയുടെ വോയിസ് ഇപ്പം മെച്ചപ്പെട്ടു വരിക. ശരിക്കും ആദ്യം പാടിയതിനേക്കാളും ഇപ്പോഴ് ആ ഫുൾ രജിസ്റ്റർ പാടുമ്പോൾ വോക്കൽ റേഞ്ച് ഒക്കെ നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. പിന്നെ ഡാൻസൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോൾ തുടങ്ങിയ സമയത്ത് അമിത് അവിടെ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ. അമിത് ശരിക്കും സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ, നായികയെ നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. അത് ക്ലോസപ്പ് എടുത്ത് നോക്കിയിട്ട് അമിത് അത് തന്നെ ആദ്യമായിട്ട് കീർത്തനെ കാണുന്ന പോലെയായിരുന്നു എക്സ്പ്രഷൻ. എന്റെ സ്വപ്ന സുന്ദരി ഇതാ നിന്ന് ഡാൻസ് കളിക്കുന്നത്. ഇങ്ങനെ enjoy ചെയ്യാം അമിത്. എന്തായാലും ഒരു നല്ലൊരു പേരാ. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് വരട്ടെ. മംഗളം ഭവന്തു. ആരെ അമ്മൂമ്മയാ? മെരി ക്രിസ്മസ്. മിയ, രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, വേറെന്താ പറയാനുള്ളേ? ഗംഭീരായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാനും നിങ്ങളുടെ ഈ പെർഫോമൻസ് തുടങ്ങി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇവിടെ എന്തായിരിക്കും പറയാ. നല്ല സന്തോഷമായിട്ട് ചിരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ശബ്ദം, നല്ലൊരു പാട്ട്. ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കുറച്ച് ഫീമെയിൽ സോങ്സ് ഫാസ്റ്റ് നമ്പർ കുറവല്ലേ എന്താ. അപ്പൊ ഇതൊക്കെ ഉണ്ട്, ശരിയാണ്, നമ്മളിങ്ങനെ മറന്നു പോകുന്നേയുമാണ്. ഇതൊരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും ഇതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇത് അങ്ങനെ എളുപ്പത്തിൽ ഒരു ഫാസ്റ്റ് നമ്പർ ആയിട്ട് പെർഫോം ചെയ്ത് പാടാൻ ബുദ്ധിമുട്ടാ. അവള് ഇത് പാടിയത് വലിയ കാര്യം. സൂപ്പർ. താങ്ക് യു. കീർത്തന ഗംഭീരമായിട്ട് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? ഹസ്ബൻഡിന്റെ ഇരിപ്പേ ഡേനെ ശ്രദ്ധിച്ചോ? ഹസ്ബൻഡ് അച്ഛന്റെ അമ്മയുടെയും നടുക്ക് ഇരുന്നിട്ട് പെണ്ണ് കാണാൻ പോയ പോലെയുള്ള ഒരു ഇരിപ്പാണ്. അതായത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് പുള്ളി ഇങ്ങനെ അങ്ങനെ ഇരിക്കുക. അച്ഛനൊരു സൈഡില് അമ്മ ഒരു സൈഡില്. അതൊരു ലക്ക് ഫാക്ടർ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാ ഭാര്യ രക്ഷപ്പെട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ട്. കുറച്ചുകൂടി ഹൈലൈറ്റ് എനിക്കായിട്ട് കിട്ടാൻ ഹൈലൈറ്റ് സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇപ്പൊ കിട്ടിയ ഹൈലൈറ്റ് ഒന്നും പോരാ, ഇനിയും വേണം എന്നുള്ളതാണ്. ശരി, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ശരി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2ന്റെ ഫിനാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വാശിയേറിയ പോരാട്ടമാണ് ഈ വേദിയിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്ത പനി. അല്ല മഞ്ജരി, വളരെ മോശമായി പോയി. പപ്പാനി വന്ന് വിളിച്ചിട്ട് മഞ്ജരി വന്നില്ലല്ലോ. മഞ്ജരി മാത്രം അവിടെ ഇത് ചുമ്മാ പറ്റിക്കില്ല. ഏത് വേണു ചേട്ടന് കൊടുത്തില്ലല്ലോ. ഒന്ന് മഞ്ജരിയെ വിളിച്ചു വരുത്താൻ പറ്റുമോ പപ്പാനിക്ക്?
അങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി. അല്ല, ഈ പപ്പാനി ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. ഇവർക്ക് രണ്ടുപേർക്ക് സ്പെഷ്യൽ സോങ്സ് ഒക്കെ ക്രിസ്മസുമായി യാതൊരു ബന്ധമില്ലാത്ത നാഗവല്ലിയുടെ പാട്ടൊക്കെ കേട്ടിട്ടാണ് പപ്പാനി മഞ്ജിരിയെ സ്വാഗതം ചെയ്തത്. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എന്നിട്ട് ഇതാ തന്നത്. ആ, അത് ഞാൻ തന്നല്ലേ. അത് എനിക്ക് കണ്ടിട്ട് വിഷമം തോന്നിട്ട് ആ വരവ് കണ്ടിട്ടുള്ള ദുഃഖം കൊണ്ട് തന്നത്. അത് ഇളങ്കോ വടികൾ എന്ന് പറഞ്ഞു. വടി. ഇതൊരു ക്രിസ്മസ് ആഘോഷമായതുകൊണ്ട് പപ്പാനിനെ ഞങ്ങൾ ജീവനോട് തിരിച്ചുവിടുന്നു കേട്ടോ.